ഹംപി വിരൂപാക്ഷ ടെമ്പിൾ എവിടെയാണ് ഈ ഹംപി? ഫസ്റ്റ് നമുക്ക് ഒരു ടോപ്പിക് കാണുമ്പോൾ അതിന്റെ തന്നെ ഹംപി എവിടെയാണ്? കർണാടക. ഹംപി എവിടെയാണ്? കൃഷ്ണപ്രിയ, യെസ്, എവിടെയാണ്? കർണാടക. കർണാടക, യെസ് യെസ്, കർണാടക. ഓക്കെ. സോ ഹംപി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹംപി എന്ന് പറയുമ്പോൾ ഹംപി ഒരു എന്താണ്, ഇന്ത്യൻ കറൻസികളിൽ ഒരു കറൻസി നോട്ടിന്റെ പിന്നിൽ ഹംപിയുടെ ചിത്രമുണ്ട്. ഏതാണ്? എത്ര രൂപയുടെ നോട്ടിന്റെ പുറകിലുള്ള ചിത്രമാണ് ഹംപി? പുതിയൊരു കറൻസിയാണ്. പുതിയ കറൻസി എന്ന് പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് കറൻസികളിലുള്ളതാണ്. ഏത് കറൻസിയുടെ പുറകിലുള്ള ചിത്രമാണ് ഹംപി? എനിവൺ? ഓക്കെ, സൂരജ്. സൂരജ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ. പുതിയ 50 നോട്ടിലൊക്കെ 50 രൂപയുടെ നോട്ട്, കറക്റ്റ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് നമ്പർ ഓഫ് കറൻസീസ് അല്ലെങ്കിൽ ഏതൊക്കെ കറൻസികളുടെ പുറകിലുള്ള ചിത്രം, അത് സാധാരണ ഉള്ളൊരു കറന്റ് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ദ മോട്ടീവ്, അങ്ങനെയാണ് കാണുക, ദ മോട്ടീവ് ബിഹൈൻഡ് ദ കറൻസി നോട്ട്സ്. അപ്പൊ അതിൽ ഏതൊക്കെ കറൻസി നോട്ടുകൾ ഉണ്ട് എന്ന് അറിയണം. ഇപ്പൊ 2000 നോട്ട് ഉണ്ടോ? 2000 നോട്ട് ഇപ്പൊ നിലവിലുണ്ടോ? അപർണ, ഓക്കെ, എനിവൺ? ഇല്ല സർ. ഇല്ല സർ. ഇല്ല. യെസ്, ഓക്കെ. ഇപ്പൊ 2000 നോട്ട് ഇപ്പൊ ഇല്ല. 2000 പുതിയ നോട്ടായിട്ട് വന്നു. ബട്ട് പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെ എന്ത് ചെയ്തു? വീണ്ടും അത് തിരിച്ചെടുത്തു. സോ ഇറ്റ് വാസ് ഓൺലി ടു ബാലൻസ് ദ ഇക്കോണമി. അപ്പോൾ അത് ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ 2 പ്രധാനപ്പെട്ട നോട്ടുകൾ ക്യാൻസൽ ചെയ്തപ്പോൾ, അതായത് ₹500 and 1000, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത സമയത്ത് വരുന്ന ഒരു വലിയൊരു വാക്വം ഉണ്ട്. അതായത് ഇക്കോണമിയിൽ വരുന്ന വലിയൊരു വാക്വം എന്ന് പറഞ്ഞാൽ ആ രണ്ടിലും നടന്നിരുന്ന ട്രാൻസാക്ഷൻ എല്ലാം എന്താവും? ഇല്ലാതാവും. കാരണം അന്ന് ഏറ്റവും ഉയർന്ന കറൻസി എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടായിരുന്നത് 100 രൂപയാണ്. അപ്പോൾ 100 രൂപ നോട്ട് വെച്ചിട്ട് ഇക്കോണമി ബാലൻസ് ചെയ്യാൻ എളുപ്പമല്ല. ബിക്കോസ് എത്രയോ അധികം കറൻസി നോട്ടുകൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുതിയ കറൻസി കൊണ്ടുവന്നാണ്. ഒന്ന് 200 നോട്ട് കൊണ്ടുവന്നു, പ്ലസ് 2000 നോട്ടും കൊണ്ടുവന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്തതും ബാലൻസ് ചെയ്തതും. ദെൻ അത് കഴിഞ്ഞ് അതേ സിസ്റ്റം വെച്ചിട്ട് തന്നെ എന്തും ചെയ്തു? ഡിജിറ്റൽ മണി ട്രാൻസാക്ഷനിലേക്കും മാർക്കറ്റിനെ മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കോൺസെപ്റ്റ് ഇതൊന്നുമല്ല. എങ്കിലും ഇതിൽ നമ്മൾ ഹംപി എന്ന ടേം പറയുമ്പോൾ ഹംപിയെ കുറിച്ച് എല്ലാം അറിയണം. ഹംപി ഈസ് കൾച്ചറലി ഡൈവേഴ്സിഫൈഡ് ആണ്. ഇവിടെ പ്രത്യേകത ഹംപി വിരൂപാക്ഷ ടെമ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. ഹംപി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. ആൻഡ് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ദ മോസ്റ്റ് അല്ലെങ്കിൽ ദ ഡിസ്ട്രോയിഡ് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നശിച്ചു പോയ നഗരം. അപ്പോൾ അത്തരത്തിൽ കുറേ നഗരങ്ങൾ ലോകത്തിലുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു നഗരം ഇല്ല. നമ്മൾ മോണ്യുമെന്റ് കാണാം, ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഒരിക്കലും ഒരു സിറ്റി പൂർണ്ണമായി നശിച്ചു പോയതിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇപ്പൊ എവിടെയും ഇല്ല. ഓക്കെ, നമ്മൾ പറയുമ്പോൾ കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പാടലിപുത്ര, അതായത് പാറ്റ്ന, ബീഹാറിൽ പാറ്റ്ന ഒരു പഴയ നഗരമാണ്. മഗധ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൈനാസ്റ്റികൾ ഭരിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ പ്രത്യേകത അതിന്റെ ഒന്നും അവശിഷ്ടങ്ങൾ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഒരു സിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ അവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലമാണ് ഹംപി. ഹംപി ഓൺ ബാങ്ക്സ് ഓഫ് റിവർ തുംഗഭദ്ര. ഓക്കെ, തുംഗഭദ്ര നദിയുടെ തീരത്താണ്, കർണാടകയിലാണ്, ആൻഡ് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഹംപി ഒരു കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണേണ്ട സ്ഥലമാണ്. അതായത് ഇറ്റ്സ് എസ്പെഷ്യലി ഹിസ്റ്റോറിക് കോൺസെപ്റ്റിൽ, ഇന്ത്യൻ കോൺസെപ്റ്റിലും ഇന്ത്യയുടെ കൾച്ചറൽ ഇമ്പോർട്ടൻസിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ ഹംപി ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹംപി വിരൂപാക്ഷ ടെമ്പിൾ, ദ പോർഷൻ ഓഫ് വിരൂപാക്ഷ ടെമ്പിൾ ഇൻ കർണാടക collapsed following torrential rains located in the historical site of Hampi. Okay, conservation to blame, archaeological survey officials are legally neglecting its protection and conservation. A nationally protected monument, origins of the 10th century. അപ്പോൾ ഇവിടെ ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഒരു സംഭവമാണ്. വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹംപിയിലെ ഒരുപാട് നമ്പർ ഓഫ് ടെമ്പിൾസിലെ
പ്രധാനപ്പെട്ട ടെമ്പിളാണ്. അതിന് സംഭവിച്ച കൊളാപ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് മഴ കാരണം, ശക്തമായ മഴയൊക്കെ കാരണം ദ ടെമ്പിൾസ് പവലിയൻ ഓർ ദ സാലു മണ്ഡപ് വാസ് ഡാമേജ്ഡ്, ലീഡിങ് സം കൺസർവേഷനിസ്റ്റ് ടു ബ്ലെയിം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സോ അത് വലിയൊരു നഷ്ടമാണ്. ബിക്കോസ് നമ്മൾ നോക്കിയാൽ അറിയാം, അതിനൊരിക്കലും പുതിയ രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ ഇപ്പോൾ ഈ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ആസ് ഇറ്റ് സീംസ് എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാണോ കാണപ്പെടുന്നത് അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അല്ലാതെ അതിലേക്ക് പുതിയ പുതിയ കൺസ്ട്രക്ഷൻ സംഭവങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് എന്തല്ല, അതൊരു കൺസർവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൊട്ടക്ഷൻ അല്ല അത് നമ്മൾ വീണ്ടും അതിനെ എന്ത് ചെയ്യണം, ഒരു ബിൽഡിംഗ് നിർമ്മിക്കുക എന്ന് മാത്രവും. അപ്പോൾ ഇപ്പോൾ പിരമിഡുകൾ, ഈജിപ്തിൽ ഇതുപോലെ പിരമിഡുകൾ, ഒരുപാട് പിരമിഡുകളെ റീകൺസ്ട്രക്ട് ചെയ്തു. റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ അതേപോലെ തന്നെ നിർമ്മിക്കുകയാണ് ചെയ്തത്. അതേ വസ്തുക്കൾ ഉപയോഗിച്ച് അതേ രീതിയിൽ നിർമ്മിച്ചുകൊണ്ട് ചെയ്ത ഒരുപാട് പിരമിഡുകളുണ്ട്. സോ കാരണം അതൊരു ടൂറിസം ആംഗിളിലും ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് അതിൻ്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വിരൂപാക്ഷ ടെമ്പിളിനെ കുറിച്ച് പറയുന്നു. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹംപി ആൻഡ് വിജയനഗര ഡിസ്ട്രിക്ട് ഓഫ് കർണാടക ആസ് എ പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സ് ഇൻ ഹംപി. അതായത് ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇതിനെ മൊത്തത്തിൽ, അതായത് ഇത് ഒരു ടെമ്പിൾ അല്ല, ഒരു സ്ഥലവുമല്ല. ഹംപി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ടെമ്പിൾസ് ആൻഡ് ഇറ്റ് ഈസ് ഓൺ ബോത്ത് ബാങ്ക്സ് ഓഫ് തുംഗഭദ്ര നദിയുടെ രണ്ട് കരകളിലുമായിട്ടാണ് ശരിക്കും ഹംപി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ ഏരിയ ആണ്. അപ്പോൾ ഇത് ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുമാണ് വിരൂപാക്ഷ ടെമ്പിൾ ഉൾപ്പെടുന്ന ഈ സ്ഥലം. മാത്രമല്ല ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിജയനഗര ഡിസ്ട്രിക്ട്. സോ വിജയനഗര ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് പുതിയൊരു ജില്ലയാണ്. അപ്പോൾ അത് പുതിയതായിട്ട് ഫോം ചെയ്യപ്പെട്ട ഒരു ജില്ലയാണ് കർണാടകയിൽ. ഓക്കെ, സോ ഈ യുനെസ്കോ എന്ന് പറയുന്നതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? യുനെസ്കോ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. യുനെസ്കോയുടെ ഫുൾ ഫോം ഞാൻ ചോദിക്കുന്നില്ല, കുറച്ചുകൂടി സിമ്പിളായിട്ട് യുനെസ്കോ ഹെഡ് ഓഫീസ് എവിടെയാണ് യുനെസ്കോ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഓക്കെ, സൽമ, യുനെസ്കോ ഹെഡ് ഓഫീസ് എവിടെയാണ്? ഓക്കെ, സൽമ കുറച്ച് ദിവസമായി തോന്നുന്നു അല്ലേ? ഞാൻ കുറച്ച് ദിവസമായി കണ്ടിട്ട്, ഇടയിൽ കണ്ടിരുന്നില്ല. വീട്ടില് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതെ, ഓക്കെ ഫൈൻ, യെസ്. സോ ഓക്കെ, അപ്പോൾ യുനെസ്കോ എവിടെയാണ്? യുനെസ്കോ ആൻഡ് എനിവൺ? പാരീസ്. യെസ്, പാരീസ്. ഓക്കെ, ഫ്രാൻസിൽ പാരീസിലാണ്. യുനെസ്കോ എന്ന് പറയുന്നത് അറിയാലോ, യുനെസ്കോ ഈസ് കൾച്ചറലി, അതുപോലെ സയന്റിഫിക്കലി ഒക്കെ, എഡ്യൂക്കേഷണലി, ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന സംഘടനയാണ്. ലോകത്തിലെ മോണ്യുമെന്റുകൾ, അതുപോലെ പ്രധാനമായിട്ട് അതിനെ വിളിക്കുന്നത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഹെറിറ്റേജ് ഉണ്ട്, മിക്സഡ് ഹെറിറ്റേജ് ഉണ്ട്, ഇങ്ങനെ കുറെ ഉണ്ട്. ഇന്ത്യയിലെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കാഞ്ചൻജംഗ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ ഇന്ത്യയിൽ നമുക്കറിയാം മോണ്യുമെന്റ്സ് പിന്നെ അറിയുന്നതാണ്. മോണ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താജ്മഹൽ പോലെയുള്ള പഴയ അല്ലെങ്കിൽ എന്താണ് നിർമ്മിതികൾ, മനുഷ്യൻ നിർമ്മിച്ച സംഭവങ്ങൾ, അതാണ് ഒരു ടൈപ്പ് ഓഫ് ഹെറിറ്റേജ്. വേറൊന്ന് നാച്ചുറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നാച്ചുറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ തന്നെ ഉള്ള ഒരു ഹെറിറ്റേജ് ആണ്. അതായത് അത് നമ്മൾ നിർമ്മിച്ചതല്ല, ഇറ്റ്സ് ഓൺലി ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ നേച്ചർ, ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് പറയാവുന്ന ഇപ്പോൾ റെയിൻ ഫോറസ്റ്റ്, ആമസോൺ റെയിൻ ഫോറസ്റ്റ് പോലെയോ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ആൻഡ് വേറൊന്ന് മനുഷ്യൻ നിർമ്മിച്ചതും രണ്ടും കൂടിയതാണ്. അതായത് നാഷണൽ പാർക്കുകളൊക്കെ ഉൾപ്പെടുന്നതും നാച്ചുറലി ബ്യൂട്ടി ഉള്ളതുമായ രണ്ടും കൂടിയ കോൺസെപ്റ്റിനെയാണ് മിക്സഡ് ഹെറിറ്റേജ് എന്ന് പറയാം. അങ്ങനത്തെ ഒരെണ്ണേ ഇന്ത്യയിലുള്ളൂ, അതാണ് മുമ്പ് പറഞ്ഞ കാഞ്ചൻജംഗ. ഓക്കെ, സോ ആ വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതുപോലെ കുറെ ഇപ്പോൾ യുനെസ്കോ അടുത്ത കാലത്ത് ഇത് മാത്രമല്ല, യുനെസ്കോ കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കുറെ പ്രഖ്യാപിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ യുനെസ്കോയുടെ ലിറ്ററേച്ചർ സിറ്റി. ഏതാണ് ലിറ്ററേച്ചർ സിറ്റി ഓഫ് യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഇപ്പൊ അടുത്ത കാലത്ത്? സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, അതുപോലെ ലേണിംഗ് സിറ്റി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് ഏതാ? ലേണിംഗ് സിറ്റി ഏതാണ്? ഐഡിയ? ഓക്കെ, ലേണിംഗ് സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തത് തൃശ്ശൂരാണ്. ഓക്കെ, തൃശ്ശൂരാണ്. അതുപോലെ നിലമ്പൂർ, ഇങ്ങനെ ഒന്ന് രണ്ട് നഗരങ്ങളെ അതിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്.
ദെൻ അതുപോലെ യുനെസ്കോ ഒരുപാട് അത്തരം നഗരങ്ങളെയും സ്ഥലങ്ങളെയും ഉണ്ട്. അതുപോലെ യുനെസ്കോ ഹെറിറ്റേജ് സിറ്റി എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊക്കെ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ലേണിംഗ് സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടോപ്പിക് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ ബേസ്ഡ് ആണ്. എന്നാൽ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളെ ഹെറിറ്റേജ് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അതിൽ ജയ്പൂരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ അഹമ്മദാബാദ് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ കുറെ നഗരങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്, അപ്പോൾ ഇവിടെ വിരൂപാക്ഷ ടെമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആൻഡ് ദ കൊളാപ്സ് ഓഫ് ദ ടെമ്പിൾ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫൗണ്ടഡ് ബൈ ഹരിഹര 1 ബൈ ദ സംഗമ ഡൈനാസ്റ്റി, വിജയനഗര എംപയർ എക്സ്റ്റെൻഡഡ് ഫ്രം, അത് അതിൻ്റെ കാലഘട്ടം പറയുന്നു. ഹരിഹര ബുക്ക എന്ന് പറയുന്ന ഹരിഹര ഫസ്റ്റ് ആണത്. ദെൻ സംഗമ ഡൈനാസ്റ്റി, അപ്പോൾ സംഗമ ഉണ്ട്, അതുപോലെ തന്നെ തുളുവ എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി ഉണ്ട്. ഇതിൽ വിജയനഗര എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവുണ്ട്, കൃഷ്ണദേവരായർ എന്ന് പറയുന്ന രാജാവാണ്. സോ കൃഷ്ണദേവരായർ പിന്നീടാണ് വരുന്നത്. ബിക്കോസ് കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ്, അതായത് ഈ സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന രാജവംശത്തിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളുടെ മൊത്തത്തിലുള്ള പേരാണ് മുൻപ് പറഞ്ഞ വിജയനഗര എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിജയനഗര എന്ന് പറയുന്നത് ഒരു എംപയർ ആണ്. ഇതിനെ പല കാലഘട്ടങ്ങളിലായിട്ട് പല ഡൈനാസ്റ്റീസ് വന്ന് ഭരിച്ചിട്ടുണ്ട്. അതിൽ സംഗമ, തുളുവ എന്ന് പറയുന്ന ഡൈനാസ്റ്റികളുണ്ട്. സോ അതിൽ തുളുവയാണ് മുമ്പ് പറഞ്ഞ കൃഷ്ണദേവരായരുടെ എന്ത് വരുന്നത്, കിങ്ഡം വരുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ആൻഡ് റീസെന്റ് ഡെവലപ്മെന്റ്സ്. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ഹേഗ്. ഓക്കെ, നെതർലാൻഡ്സിലെ ഹേഗിലാണ്. ഇവിടെ ഈ ന്യൂസ് പറയുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ആൻഡ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ആണ്. അതായത് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്സ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ requested the court to issue arrest warrant against leaders of Israel, Prime Minister Benjamin Netanyahu and Defense Minister Yoav Gallant and leaders of Hamas. So ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ പുറത്തു. ഇതിനുള്ള ചർച്ചയിലുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ചർച്ചകൾ വരുന്നുണ്ട്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇതുപോലെ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് റെസൊല്യൂഷൻ കൊണ്ടുവന്ന ആള് എന്ന് പറയുന്നത് രാജ്യം സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ എന്ത് കൊണ്ടുവന്നു, റെസൊല്യൂഷൻ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൽ അറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്താണ്? സോ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്, ക്രിമിനൽ എന്നുള്ള വാക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഈ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഇവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെയാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് അബൌട്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോഡ്. സോ ഇതേ സംഭവമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് തമ്മിൽ തെറ്റിപ്പോരുത്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ICJ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോഡ് എന്ന് പറയുന്നത് വേറെയാണോ എന്ന് ചോദിച്ചാൽ രണ്ടും ഒന്ന് തന്നെ. അതിനെ പക്ഷേ കോമൺലി ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. സോ ICJ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇറ്റ് ഈസ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ദാറ്റ് സിറ്റ്സ് ഇൻ ദ ഹേഗ്. സോ നെതർലാൻഡ്സിലുള്ളതാണ്. അത് ഇതിന്റെ ഭാഗമായി തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ICJയുടെ ഭാഗം തന്നെയാണ്, ICJ ആയിട്ട് തന്നെയാണ്. ദെൻ ഓക്കെ, ദെൻ ഇതിൽ വരുന്ന കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതുപോലെ പറഞ്ഞു, ഈ ICJയുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടത്? ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ICJ ഏതൊക്കെയായിരുന്നു? രശ്മി കഴിഞ്ഞ സെഷൻ ഉണ്ടായിരുന്നോ? ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ICJ ഏതൊക്കെയായിരുന്നു? എനിവൺ? ഫ്രഞ്ചും ഫ്രഞ്ചും ഇംഗ്ലീഷും. ഓക്കെ, ഫ്രഞ്ചും ഇംഗ്ലീഷും ആണ്. യെസ്, ഫ്രഞ്ചും ഇംഗ്ലീഷും ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള പോയിന്റ് നോക്കാം. Like Russia, Israel too is not a member of ICC. Thus, some are questioning if ICC can arrest.
അതായത് ഇവിടെയുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന അറസ്റ്റ് വാറണ്ടിൽ ഉള്ള ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്, ഇതിൽ മെമ്പർ അല്ല ആര്, റഷ്യയും ഇസ്രായേലും ഒന്നും. ബട്ട് ഇപ്പോ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനിങ് നേരിടുന്ന രാജ്യങ്ങളുമാണ് ഇസ്രായേൽ ആൻഡ് റഷ്യ, ബിക്കോസ് റഷ്യൻ അറ്റാക്ക് ഓൺ ഉക്രൈൻ ആൻഡ് ഇസ്രായേൽ അറ്റാക്ക് ഓൺ പലസ്തീനിയൻ റീജിയൻ. ഓക്കെ, പലസ്തീൻ റീജിയനിൽ ഹമാസ് എതിരെയുള്ള പോരാട്ടം. അപ്പോൾ അത് രണ്ടും രണ്ട് രീതിയിലാണ്, രണ്ട് കോണ്ടെക്സ്റ്റിലാണ് അതിനെ കാണേണ്ടതും. എങ്കിൽ പോലും ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, രണ്ട് രാജ്യങ്ങളും, ഈ പറഞ്ഞ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും റഷ്യ എന്ന് പറയുന്ന രാജ്യവും ഏതിലും മെമ്പർ അല്ല, ICC മെമ്പർ അല്ല, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നതിൽ. ഈ ICC പറയുമ്പോൾ വേറൊരു ICC ഉണ്ട്, ഇന്റർനാഷണലി വളരെ ഫേമസ് ആയിട്ടുള്ള ICC എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഏതാണ് ICC എന്ന് പറയുമ്പോൾ? നമുക്ക് വേറെ ഓർമ്മയിൽ വരുന്ന വേറെ ICC ഉണ്ട്. ഏതാണ്? എന്തുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ICC? ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ അല്ല, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. യെസ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ അതോറിറ്റി ഏതാ? ഇന്ത്യൻ ക്രിക്കറ്റ് അതോറിറ്റി എന്ന് പറയുന്ന സംഘടന ഏതാ? ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് ഏതാ? BCCI. BCCI. ഓക്കെ, ബോർഡ് എന്ന് പറഞ്ഞത് തന്നെ അതാണ്. സോ BCCI എന്ന് പറയുന്ന സംഘടനയാണ്, മുംബൈ ആണ് അതിന്റെ ഹെഡ് ഓഫീസ്. സോ BCCI എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ബിക്കോസ് ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ദേ ആർ ട്രാൻസാക്ടിങ്. ബിക്കോസ് ഇന്ത്യൻ ഇക്കോണമിയെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്നത്, അതായത് സ്പോർട്സ് ഇറ്റ് സെൽഫ്, പക്ഷെ ക്രിക്കറ്റിന് വളരെയധികം എന്ത് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം ആക്ച്വലി കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ബട്ട് മറ്റുള്ള പലതിനും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ BCCI പല രീതിയിലുള്ള ഇപ്പോൾ IPL അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്പർ ഓഫ് ഇവന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ക്രിക്കറ്റിനെ ഇടയ്ക്കിടയ്ക്ക് മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള BCCI പോലുള്ള സംഘടനകളും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇന്ത്യ അത്രയും വലിയൊരു രാജ്യമാണ് ക്രിക്കറ്റിൽ. എന്നാൽ ഫുട്ബോളിലും ഉണ്ട്, പക്ഷേ വി ആർ നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. അത് ക്ലബ്ബ് ഫുട്ബോളുകളെല്ലാം തന്നെ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ ICC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്, അത് കൺട്രോളാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് ICC എന്ന് പറഞ്ഞ സംഘടനയാണ്. അതിന്റെ ആസ്ഥാനം, ഹെഡ് ഓഫീസ് വരുന്നത് പക്ഷേ ദുബായിലാണ്. ഓക്കെ, ദുബായ് ആണ് അതിന്റെ ഹെഡ് ഓഫീസ്. സോ ദുബായ് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യില്ല, പക്ഷെ ദുബായിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ്. ബിക്കോസ് ദുബായ് ഈസ് എ ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വരുന്നത്. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട പ്രിഫയർ, അതായത് പോലാർ റേഡിയന്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അറിഞ്ഞിരിക്കുക, നാസയുടെ ഫുൾ ഫോം ആണത്. നാസ അറിയാലോ, അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ് നാസ, ഇന്ത്യയുടെ ISRO പോലെ. അപ്പോൾ ഓൺ 25th May, NASA launched one of the 2 climate satellites which would study heat emissions at Earth's poles. The second satellite will be launched on the following days എന്നാണ് പറയുന്നത്. അപ്പോൾ 2 സാറ്റലൈറ്റുകൾ ഉണ്ട്, അത് പോൾ റീജിയനുകളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എക്സ്പെരിമെന്റിന്റെ പേരാണ്, അല്ലെങ്കിൽ ആ സാറ്റലൈറ്റ്സിന്റെ കോൺസെപ്റ്റ് കൂടിയാണ് ഇവിടെ പറയുന്നത്. ദ 2 ഷൂ ബോക്സ് സൈസ്ഡ് ക്യൂബ് സാറ്റലൈറ്റ്. അതായത് അത്രയും ചെറിയ സാറ്റലൈറ്റ്സ് ആണ്, അല്ലാതെ വലിയ സാറ്റലൈറ്റ്സ് അല്ല. നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന പോലെ ഉള്ള വലിപ്പം അതിനില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബ് സാറ്റ് എന്നാണ് വിളിക്കുന്നത്. വിൽ മെഷർ ഹീറ്റ് ആൻഡ് ആർട്ടിക് ആൻഡ് അന്റാർട്ടിക്. സോ 2 പോളുകളിലും, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, 2 പോളിലും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് അയച്ചിട്ടുള്ളത്. ആൻഡ് റേഡിയേറ്റ് ഇൻ ടു സ്പേസ് ആൻഡ് ഹൗ ദ ഇൻഫ്ലുവൻസസ് ഓഫ് പ്ലാനറ്റ്സ് ക്ലൈമറ്റ്. The mission has been named PREFIRE and was jointly developed by NASA and University of Wisconsin Madison. Okay, so അത് ഒരു സാറ്റലൈറ്റ് പ്രൊമോട്ടിങ്, അല്ലെങ്കിൽ നാസ അറിയാലോ, നാസ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ആൻഡ് അമേരിക്കയുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അമേരിക്ക പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് ഓർഗനൈസേഷനും അവിടെ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലെല്ലാം ISRO കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ്, അതിന്റെ സിനാരിയോ മാറുന്നു. അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ
ഈ സിസ്റ്റം വളരെയധികം എന്താണ് പോപ്പുലറൈസ്ഡ് ആണ്, പ്രൈവറ്റൈസ്ഡ് ആണ്. ഇപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിയെ പോലെയുള്ളവര് ഇതിലേക്ക് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ സ്വയം പ്രൈവറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എവിടേക്ക് പോകുന്നു, സ്പേസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അവർ അത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ടെക്നോളജി പുതിയത് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സംഭവങ്ങളെ എത്തിക്കുന്നു. അങ്ങനെ അത് വലിയൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യയിലും ഈ പറയുന്ന പോലെ അതിന് ഓപ്പൺ സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പക്ഷെ ഇന്ത്യയിലുള്ള പ്രത്യേകത, യു ഹാവ് ടു ഡു എവറിത്തിങ് യുവർ ഓൺ. പക്ഷേ ലാസ്റ്റ് സാങ്ഷനിങ്ങിന് ISRO പോലുള്ള സംഘടനകളെ വേണ്ടിവരും എന്നുള്ളതാണ് ഒരു സിസ്റ്റം. ഓക്കെ, സോ ഇവിടെ പോയിന്റ് അതാണ്, ഈ ഷൂ ബോക്സ് സൈസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സുകൾ ലോഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബ് സാറ്റ്. അപ്പോൾ അതിന്റെ സൈസ് പറയുന്നു 10 cm × 10 cm. ഓക്കെ, അതായത് 10 cm × 10 cm × 10 cm, അതായത് ഹൈറ്റ്, വിഡ്ത്ത് ആൻഡ് എന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്, സോ നീളം, ഇത് മൂന്നും കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ അതിന്റെ വെയിറ്റ് പറയുന്നു, വെയിറ്റ് നോട്ട് മോർ ദാൻ 1.33 kg. ഡിപ്പെൻഡിങ് ഓൺ ദ ക്യൂബ്സാറ്റ് മിഷൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ക്യാൻ ബി, അതിലുള്ള യൂണിറ്റ്, ഇതെല്ലാം നാസയുടെ പ്രത്യേകതയാണ്. അപ്പോൾ വളരെ ചെറിയൊരു സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ ഇത്തരം സാറ്റലൈറ്റ്സ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്തുമോ എന്നൊക്കെ ചിന്തിക്കാം. ബട്ട് അത്തരം മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. അപ്പോൾ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ നമ്മൾ പറയുമ്പോൾ അന്റാർട്ടിക്കയാണ് സൗത്ത് പോളിൽ, നോർത്ത് പോളിൽ ആർട്ടിക് റീജിയൻ ആണ്. സോ അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നോർമലി നമ്മൾ വിഷയമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും അവിടെയും റിസർച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവിടെയുള്ള ജീവജാലങ്ങളും അവിടുത്തെ സ്പീഷീസ് ആൻഡ് ഫ്ലോറാസ് ആൻഡ് ഫോണ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇത്തരത്തിലുള്ള ഐലൻഡ് കണീസ് എന്ന് പറയാവുന്ന സ്ഥലങ്ങളിലും, വേറൊന്ന് ഈ പറയുന്ന പോൾസ് അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എന്താണ് ഗ്ലേസിയർ എന്ന് പറയാം. ഗ്ലേസിയർ ഫീൽഡുകളിലാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ അത് നോർത്തിലും സൗത്തിലും ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് റീജിയനിൽ പെട്ടെന്ന് മനസ്സിലാവും. ബിക്കോസ് ഐസ് മെൽറ്റ് ഉണ്ട്, ഐസ് ബ്രേക്ക്. ഹലോ, ഓഡിബിൾ അല്ലേ? Yes, sir. ഓക്കെ, രശ്മി ഇനി ഒന്ന് ഹോസ്റ്റ് ആക്കാമോ? രശ്മിയാണ് ഹോസ്റ്റ് ഇപ്പോൾ. രശ്മി കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഹലോ, രശ്മിനെ ഒന്ന് ഹോസ്റ്റ് ആക്കാമോ? ഹോസ്റ്റ് ആക്കാനായിട്ട് പേരിന് മുകളിലൊന്ന് ടച്ച് ചെയ്താൽ മതി. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ഹോസ്റ്റ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതൊന്ന് ചെയ്യ വേണ്ടു. ഓക്കെ, ഓഡിബിൾ അല്ലേ രശ്മി? Yes, sir. ഓക്കെ, അപ്പോൾ ഒന്ന് ഹോസ്റ്റ് ആക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ഓക്കെ, 1 സെക്കൻഡ്, ഞാൻ ലാസ്റ്റ് പേജിലാണ്. അപ്പോൾ റൈസിങ് ഹീറ്റ് സ്ട്രെസ് ഇൻ 6 മെട്രോസ്. ഓക്കെ, നമ്മൾ ഇതൊക്കെ കണക്റ്റിംഗ് പോയിന്റ്സ് ആണ്. നമ്മൾ ഇതിൽ തന്നെ എന്താണ് സ്പെഷ്യൽ പോയിന്റ്സ് ആയിട്ട് ഇതിൽ പറയാനൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ളത് റൈസിങ് ഹീറ്റ് സ്ട്രെസ് ഇൻ 6 മെട്രോസ്. So India's mega cities of Delhi, Mumbai, Chennai, Bengaluru, Calcutta and Hyderabad are experiencing worsening heat stress. According to the study, Delhi-based Center for Science and Environment, അതിന്റെ ഒരു പഠനമാണ്. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞുള്ളൂ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഷ്യൂസ് നേരിടുന്ന സ്ഥലങ്ങൾ. അപ്പൊ ഇത്
ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ്. സോ ചൂട് കൂടുക. അപ്പൊ അത് നമുക്ക് എല്ലാ ദിക്കിലും അറിയുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മേജർ സിറ്റികളെല്ലാം ഉണ്ട് എന്നാണ് പഠനം പറയുന്നത്. ആൻഡ് അതിൽ വരുന്ന ഇൻക്രീസ് 6 മെട്രോസ് ആണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ അതിൽ ഓരോ സ്ഥലത്തും വന്നിട്ടുള്ള ഇൻക്രീസിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരു പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ പൊതുവെ ക്ലൈമറ്റ് വൈസ് നല്ല സ്ഥലമാണ്. അതല്ലെങ്കിൽ അതുകൊണ്ടാണ് ബാംഗ്ലൂരു പോലെയുള്ള സ്ഥലങ്ങളെ പെൻഷനേഴ്സ് പാരഡൈസ് എന്നാണ് വിശേഷിപ്പിക്കുക. പെൻഷനേഴ്സ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ ആദ്യകാല സർ കട്ടാവണോ? ഓക്കെ ഓക്കെ. ഇപ്പോ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ സർ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. സോ ഇതിൻ്റെതാണ് റൈസിങ് ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഹീറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൂടുന്നു എന്നുള്ളതാണ്. ടെമ്പറേച്ചർ റൈസ് ആണ്. ആൻഡ് ലിവബിൾ സിറ്റീസ് എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്ന നഗരങ്ങളിൽ തന്നെ എത്രയധികം ചൂട് കൂടുന്നു എന്നുള്ളതാണ്. ബാംഗ്ലൂരു പോലെയുള്ള നഗരങ്ങളിലും. ഓക്കെ. സോ അതാണ് അതിൽ വരുന്ന പോയിന്റ്. അതിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നുമില്ല. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റീസ്. ഓക്കെ. ഇതിൽ 6 നഗരങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു ഓർഗനൈസേഷൻ നടത്തിയ പഠനം. അത് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഡൽഹി ബേസ്ഡ് ഓർഗനൈസേഷനുമാണ്. അത് നടത്തിയതാണ്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ. സോ നെക്സ്റ്റ് ഒരു ഡോക്യുമെന്റിലേക്ക് പോവാം. ഓക്കെ. ഇപ്പോ കാണുന്നില്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? വിസിബിൾ അല്ലേ? അതുപോലെ തന്നെ ആ ഓഡിയോ സർ ഓക്കെ അല്ലേ? കാണാം. ഓക്കെ. സോ സിംബാബ്വെ ഫസ്റ്റ് നമ്മളുടെ കൊടുത്തിരിക്കുന്നതാണ് സിഗ് ഓർ സിംബാബ്വെ ഗോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സിംബാബ്വെ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഓക്കെ. നമുക്ക് കേട്ടിട്ടുണ്ടാവും. സിംബാബ്വെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആദ്യകാലങ്ങൾ തൊട്ട് കേൾക്കുന്നത് പാർട്ട് ഇൻ ക്രിക്കറ്റ്. ഓക്കെ. ക്രിക്കറ്റിലെ ഒരു ടീമാണ് സിംബാബ്വെ. സോ ഹരാരെ എന്നൊക്കെ പറയുന്ന സിറ്റിയാണ് സിംബാബ്വെയുടെ ക്യാപിറ്റലൊക്കെ ആയിട്ട് വരിക. സിംബാബ്വെ നേരിടുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ് ആദ്യകാലം തൊട്ടേ. സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഹൈപ്പർ ഇൻഫ്ലേഷൻ കൈവിട്ടുപോയ വർധനവാണ്. അതായത് എന്താണ് ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ സിമ്പിൾ സെൻസിൽ നമ്മൾ ഇന്ന് ഒരു സാധനത്തിന് വരുന്ന വില ആയിരിക്കില്ല ഒരു 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 4 വർഷം കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ. സോ അവിടെ എന്ത് ചെയ്യുന്നില്ല, വസ്തു മാറുന്നില്ല, പക്ഷെ അതിന് നമ്മൾ കൊടുക്കേണ്ട തുക എന്താവുന്നു, കൂടുന്നു. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഒരു ചായക്ക് ഇന്ന് 10 രൂപയാണെങ്കിൽ നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ അതേ ചായയുടെ ക്വാണ്ടിറ്റി എന്ത് തന്നെ, അതേ ക്വാണ്ടിറ്റി തന്നെ, പക്ഷേ ഈ 10 എന്നുള്ളത് എന്താവുന്നു, 15 ആവുന്നു. ഈ 15 ആവുന്നത് ചായക്ക് എങ്ങനെ വർധനവ് വന്നു എന്ന് ചോദിച്ചാൽ ചായയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, ഇപ്പൊ ചായപ്പൊടി, പാല്, പഞ്ചസാര തുടങ്ങി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ ഇതിനൊക്കെ എന്ത് വരുന്നുണ്ട്, ചെറിയ ചെറിയ വർധന വരുന്നു. അപ്പൊ ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ വി ഹാവ് ടു കോപ്പ് അപ്പ് വിത്ത് ദ സൊസൈറ്റി അല്ലെങ്കിൽ ഇക്കോണമി. സാമ്പത്തികമായിട്ട് നമുക്കപ്പോൾ എന്ത് വേണം, വർധനവ് വേണം. അപ്പോൾ ഇന്ന് നമുക്ക് 1000 രൂപ ശമ്പളം, നമുക്ക് 10 രൂപ ചായക്ക് ചെലവ്. എന്നാൽ 5 വർഷം കഴിഞ്ഞാൽ ചായയുടെ വില 50 ആയി, നമ്മളുടെ ശമ്പളം അപ്പോഴും 1000 ആണെങ്കിൽ എന്താണ്, നമ്മൾ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അതാണ് ആക്ച്വലി ഇൻഫ്ലേഷനിൽ വരുന്നൊരു സംഭവം. അപ്പൊ നമുക്ക് ശമ്പള വർധന വേണം, പക്ഷെ ശമ്പള വർധനവ് ഉണ്ടായാലും നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ സത്യത്തിൽ എന്തില്ല, വർധനവില്ല. അതാണ് അവിടെ പ്രത്യേകത. അതായത് നമുക്ക് 1000 രൂപ ശമ്പളം ഇന്നുണ്ട്, നമ്മുടെ ശമ്പളം 5 വർഷം കഴിഞ്ഞപ്പോൾ അതെന്തായി, 5000 ആയി എന്ന് വിചാരിക്കുക. എന്നാൽ
അതേപോലെ സാധനങ്ങൾക്കും എന്ത് വരുന്നുണ്ട്, വില വർധന വരുന്നുണ്ട്. സോ ബിക്കോസ് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ സത്യത്തിൽ എന്ത് സംഭവിച്ചിട്ടില്ല, വലിയൊരു ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. നമ്മളപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യത്തിലേക്ക് വേണ്ട ചെലവ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനുള്ള വരുമാനം തന്നെ ഉള്ളൂ. എക്സ്ട്രാ വരുമാനം ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പൊ അതൊരു വേറൊരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇത് പറയാൻ കാരണം, സിംബാബ്വേയിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സിംബാബ്വെ കറൻസി വളരെയധികം എന്തായി, ഇൻഫ്ലേറ്റഡ് ആയി. അപ്പൊ അതായത് കറൻസി ഇൻഫ്ലേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇഷ്യൂ കറൻസിയുടെ മൂല്യം കുറയാണ്, വാല്യൂ കുറയുന്നു. ഇപ്പോൾ മുൻപ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തിൻ 10 years ഒക്കെ ചിന്തിച്ചാൽ മതി. കുറെ പഴയയിലേക്കല്ല, പഴയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു 1950-കൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതൊരു വേറെ കാലഘട്ടം. ആക്ച്വലി ആഫ്റ്റർ 1991, ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ 1991 ശേഷമാണ് എക്കണോമിക് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് നമ്മൾ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് വാങ്ങിയ സാധനങ്ങൾ ഇന്ന് ആ 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഒരു 100 രൂപ കൊണ്ടുപോയി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു. ഇതേ സാധനങ്ങൾ ഇതേ ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ പോയാൽ 100 രൂപയ്ക്ക് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അത് കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ് ലൈക്ക് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ, കൺസ്യൂമബിൾസ് എന്ന് പറയാവുന്ന സാധനങ്ങളുണ്ട്. സോ അതായത് അത് പ്രൊഡക്റ്റീവ് സാധനങ്ങളല്ല കുറേ ഒന്നും. അപ്പോൾ കൺസ്യൂമബിൾസ് അത് എക്സ്ട്രാ വാല്യൂ പിന്നീട് കിട്ടില്ല, വിൽക്കാൻ പറ്റില്ല, ഒരു തവണ ഉപയോഗിക്കുക, വൺ ടൈം യൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വില വർധനവ് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ് എന്ന് പറയുന്നതാണ് സിംബാബ്വെ ലോഞ്ച്ഡ് വേൾഡ്സ് ന്യൂവസ്റ്റ് കറൻസി സിഗ്, ദ ന്യൂ ഗോൾഡ് ബാക്ക്ഡ് കറൻസി കോൾഡ് സിഗ്. സിംബാബ്വെ ഗോൾഡ് ഹാസ് കം ടു എഫക്ട് ഫ്രം ഫസ്റ്റ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഇവർ ഗോൾഡ് ബാക്ക്ഡ് കറൻസിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു പ്രത്യേക സംഭവമാണ്. അതായത് ലോകത്തിൽ ഇപ്പോൾ സ്റ്റിൽ പ്രൈസ് റൈസ് ഉള്ള ഒരു സംഭവമാണ് ഗോൾഡ്. ഗോൾഡിന്റെ വില, ഗോൾഡിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ വില താഴേക്ക് പോകുന്നില്ല, മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് ഗ്രാമിന് 4000 ആണെങ്കിൽ അത് 5000 ആവുന്നു, 6000 ആവുന്നു, ഇങ്ങനെ മുകളിലേക്കാണ് പോവുക. ഇതിൽ ചെറിയ ചെറിയ കറക്ഷൻസ് വരും, പക്ഷേ ലോങ് ടേമിൽ അതെന്താണ്, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സത്യത്തിൽ കുറെ ഗോൾഡ് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഈ വാങ്ങിച്ചു വെക്കുന്ന ഗോൾഡ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഗോൾഡ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് ആഭരണങ്ങളായിട്ട് വാങ്ങാതിരിക്കുക, മറിച്ച് അത് എന്തായിട്ട് വാങ്ങുക, ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. സോ പേപ്പർ കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവർ ഇത്തരത്തിൽ ഗോൾഡിന്റെ വിലയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ കറൻസി നിൽക്കുന്നത്. അതാണ് സിഗ് എന്ന് പറയുന്ന കറൻസിയുടെ പ്രത്യേകത. ഓക്കെ, സോ നെക്സ്റ്റ്, അപ്പൊ ഇതിൽ അവർ പേര് കൊടുത്തിട്ടുണ്ട്. അവരുടെ കറൻസി ഡിനോമിനേഷൻ എന്ന് പറയുന്നത് 1 സിഗ്, 2 സിഗ്, 5, 10, 20, 50, 100 and 200 ഇത്രയും കറൻസികളാണ് അവർക്കുള്ളത്. അപ്പൊ ഇത് 2024 മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതുപോലെ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഗോൾഡ് പറഞ്ഞു. ഇതുപോലെ പെട്രോളിയം പ്രൈസിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കറൻസി ഉണ്ട്. പെട്രോ എന്നുള്ള പേരിൽ. പെട്രോ അത് വെനിസ്വേലൻ കറൻസിയാണ്. വെനിസ്വേല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ വെനിസ്വേലൻ കറൻസി പെട്രോ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ പെട്രോളിയം പ്രൈസസ്. അപ്പോൾ പെട്രോളിയം പ്രൈസസിലുള്ള കാരണം അവരുടെ വരുമാനം മുഴുവൻ പെട്രോളിയത്തിൽ നിന്നാണ്. ഇതുപോലെ സിംബാബ്വേയുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഓക്കെ, സിംബാബ്വെ ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെന്ന് പറയാം, അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് അറിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡുകളൊക്കെ എടുക്കുന്നത്. ആഫ്രിക്കയിൽ കുറേ രാജ്യങ്ങളുണ്ട്, അവിടെയാണ്. അപ്പോൾ അവർ നിൽക്കുന്നത് സത്യത്തിൽ അതാണ് ഈ പറയുന്ന വളരെ വാല്യൂബിൾ ആയിട്ടുള്ള സാധനത്തിന്റെ മുകളിലാണ്. ബട്ട് അവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് അധികം. നെക്സ്റ്റ്, റഷ്യാസ് ഡിസ്പ്യൂട്ട് വിത്ത് എസ്റ്റോണിയ ഓവർ നാർവ റിവർ. ഓക്കെ, ഇത് വേറൊരു, നമ്മൾ ഇപ്പോൾ ഉക്രൈനുമായിട്ട് റഷ്യക്കുള്ള ഒരു ഇഷ്യൂ പോലെ റഷ്യയുടെ വേറൊരു ഇഷ്യൂ ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ നാർവ റിവർ. അപ്പോൾ റഷ്യയും എസ്റ്റോണിയയും തമ്മിലുള്ളതാണ്. എസ്റ്റോണിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്, വളരെ ചെറിയ രാജ്യമാണ്. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ബോർഡർ ബിറ്റ്വീൻ 2 countries. അതിന്റെ ബോർഡറിലുള്ള നദിയാണ് നാർവ. അപ്പോൾ ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഉക്രൈൻ ആൻഡ് റഷ്യ നോട്ട് ഓൺലി strained relations between the 2 countries, also aggravated tensions with Russia's neighboring nations. അപ്പോൾ റഷ്യയുടെ അടുത്തൊരു ശത്രു, അല്ലെങ്കിൽ ശത്രു അല്ല, ആക്ച്വലി പണ്ട് റഷ്യയുടെ തന്നെ പാർട്ടായിരുന്നു. സോ റഷ്യ ആദ്യകാലങ്ങളിൽ റഷ്യയും റഷ്യയുടെ അടുത്തുള്ള രാജ്യങ്ങളും ഒക്കെ
കോമൺലി ഒരു ഗ്രൂപ്പിലായിരുന്നു. അതിൻ്റെ പേരാണ് USSR. ഓക്കെ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഈ എസ്റ്റോണിയ, സ്ലൊവേനിയ, സ്ലൊവാക്കിയ, അതുപോലെ ഉക്രൈൻ, ബൾഗേറിയ, ഇങ്ങനെ പറയുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ഇതൊക്കെ യൂറോപ്പിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. യൂറോപ്പ് പൊതുവെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. അപ്പോൾ ഇതിൽ ഈസ്റ്റ് സൈഡിലുള്ള രാജ്യങ്ങളാണ് റഷ്യയോട് ചേർന്ന് കിടക്കുന്നത്. വെസ്റ്റ് സൈഡിലുള്ള രാജ്യങ്ങളൊക്കെ ബ്രിട്ടൻ പോലെയുള്ള അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണ്. അമേരിക്കയോട് താല്പര്യമുള്ള രാജ്യങ്ങളാണ് വെസ്റ്റേൺ കൺട്രീസ്. സോ ആ രാജ്യങ്ങൾ ഇതിൽ സ്പ്ലിറ്റ് വരാൻ കാരണം ഈ പറയുന്ന യുദ്ധവും അതിനെ തുടർന്ന് നാറ്റോ ഫോർമേഷൻ, അതൊക്കെയാണ് ഇപ്പോഴുമുള്ള ഇഷ്യൂ. നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ഏരിയകളിൽ ഉള്ള രാജ്യങ്ങളാണ്. ഇതിൽ ഒരുപാട് രാജ്യങ്ങൾ അമേരിക്ക ഉണ്ടാക്കിയ സംഘടനയാണത്. അപ്പോൾ അതിൽ യൂറോപ്പിലെ കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷേ ഈസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങൾ ഇതിൽ മെമ്പർ ആവുന്നില്ല, അല്ലെങ്കിൽ ആവാൻ റഷ്യ സമ്മതിക്കുന്നില്ല. കാരണം റഷ്യയുടെ ഭാഗമായിരുന്നു പണ്ട് ഈ പറയുന്ന USSR. അപ്പോൾ USSR എന്ന് പറയുന്നതിലെ ഒരു അംഗരാജ്യമായിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ എസ്റ്റോണിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യം എന്ന് പറയാൻ കാരണം എസ്റ്റോണിയയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു കണ്ടക്ട് ഈ ഇലക്ഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇലക്ഷൻ ത്രൂ ഇലക്ട്രോണിക് വേ എന്ന് പറയാം. അതായത് ഇലക്ട്രോണിക് വഴിയിലൂടെ വോട്ടിംഗ് നടത്തിയ, സമ്പൂർണ്ണമായി 100% വോട്ടിംഗ് നടത്തിയ കൺട്രിയാണ് എസ്റ്റോണിയ. 100% ഡിജിറ്റൽ കൺട്രിയാണ്. ഓക്കെ, 100% ഡിജിറ്റൽ കൺട്രിയാണ്. സോ അപ്പോൾ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ രാജ്യമാണ് എസ്റ്റോണിയ ഒരു ചെറുതുമാണ്. ആൻഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ കൺട്രി ബിക്കോസ് അതിൽ ഒരു പ്രത്യേകത, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താൽ നമ്മൾ ഈ സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിൽ യൂറോപ്പ് മുഴുവനായിട്ടും നല്ലൊരു ശതമാനം രാജ്യങ്ങൾ എന്ത് സംഭവിച്ചു, ഇതിന്റെ ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ പൂർണ്ണമായിട്ടും ബോംബിങ്ങും അല്ലെങ്കിൽ യുദ്ധങ്ങളും ഒക്കെ ആയിട്ട് തകർന്നു പോയിരുന്നു. അപ്പൊ ഇതില് സത്യത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മൾ പറയുമ്പോൾ അമേരിക്ക വേൾഡ് വാറിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ യുദ്ധത്തിന്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത രാജ്യമാണ് അമേരിക്ക. അതായത് അവിടെ ജനതയ്ക്ക് അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് അവിടെ ബോംബിങ്ങോ പ്രശ്നങ്ങളൊന്നും അമേരിക്കയിലേക്ക് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ദ എപ്പി സെന്റർ ഓഫ് ദ വേൾഡ് വാർ എന്ന് പറയുന്നത്, എപ്പി സെന്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ പോയിന്റും സ്ഥലവും ഒക്കെ യൂറോപ്പിലായിരുന്നു. അപ്പൊ യൂറോപ്പാണ് അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. അതിൽ നിന്നാണ് യൂറോപ്പ് ഇന്ന് കാണുന്ന ലെവലിലേക്ക് പിന്നീട് വളർന്നതും. അപ്പൊ യൂറോപ്പ് അതിൽ തന്നെ ഈ എസ്റ്റോണിയയുടെ പ്രത്യേകത, എസ്റ്റോണിയ ഒരു ചെറിയ രാജ്യമായിരുന്നു. എസ്റ്റോണിയ വലിയ ബോംബിങ്ങുകളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ ഒന്നും പോവാത്ത ഒരു രാജ്യമായിരുന്നു. ബിക്കോസ് ഒന്ന് റഷ്യയുടെ സബ്മറൈൻസുകൾ, അതായത് ഈ ന്യൂക്ലിയർ സബ്മറൈൻസ് ഉണ്ടായിരുന്നു, ആണവ ഇന്ധനം വഹിക്കുന്ന കപ്പലുകൾ ഉണ്ടായിരുന്നു, മുങ്ങിയ കപ്പലുകളൊക്കെ, അതുപോലെ മറ്റ് വലിയ കപ്പലുകൾ, ഇതെല്ലാം തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരുന്ന, ആങ്കർ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് എസ്റ്റോണിയ. ഓക്കെ, അപ്പൊ എസ്റ്റോണിയയുമായിട്ടുള്ള തർക്കവുമാണ് ഇവിടെ പറയുന്നത്. എസ്റ്റോണിയയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അഥവാ അറിഞ്ഞിരിക്കുക. എസ്റ്റോണിയ ഒഫീഷ്യലി ദ റിപ്പബ്ലിക് ഓഫ് എസ്റ്റോണിയ ഈസ് എ കൺട്രി ബൈ ബാൾട്ടിക് സീ. ഓക്കെ, നോർത്തേൺ യൂറോപ്പ്. സോ ഇവിടെ ഇൻ നോർത്തേൺ യൂറോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് ബിക്കോസ് അത് കുറച്ച് മുകളിലേക്കാണ്. പക്ഷേ യൂറോപ്പിനെ നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ, രണ്ട് കഷ്ണമാക്കി തിരിക്കുകയാണെങ്കിൽ അതാണ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ എന്ന് പറയാൻ കാരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ നർവ റിവർ, ഇതിൽ പറഞ്ഞിരിക്കുന്ന നർവ റിവറിന്റെ പ്രത്യേകതകൾ നോക്കാം. ഇറ്റ് flows 77 kilometers north into the Baltic Sea and is the largest Estonian river by discharge. Okay, similar length of far. Okay, അത് അതിന്റെ വലിപ്പമാണ്. അപ്പൊ ഈ നദി മിക്കവാറും എല്ലാ രാജ്യങ്ങളിലുള്ള ഇഷ്യൂ അതാണ്. ഈ നദികൾ മിക്കവാറും ഒരു പ്രശ്നമായിരിക്കും. നദികളുമായിട്ടുള്ള തർക്കങ്ങൾ പല രാജ്യങ്ങളുടെ ഇടയിൽ വരാറുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള തർക്കത്തിന് കാരണമായി. അപ്പോൾ ഇവിടെ അതിന് കാരണം, വേറൊരു കാരണം പറയുന്നതാണ്, with a population of just around 1.4 million, it is one of the least populous members of European Union, Eurozone and the OECD and Schengen area and NATO. So ഇവിടെ മെമ്പർഷിപ്പ് ഇഷ്ടമാണ്, റഷ്യ ഒരു കാരണം. അത് തന്നെയാണ് യുക്രൈനെതിരെയുള്ള പ്രശ്നത്തിന് പ്രധാന കാരണം. അപ്പോൾ ഉക്രൈൻ നാറ്റോയിൽ അംഗമാകും എന്ന് പറഞ്ഞതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാരണങ്ങൾ
മെമ്പേഴ്സിനോട് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്സ്പാൻഷൻ ഓഫ് ബ്രിക്സ്. സോ എന്താണ് ബ്രിക്സ്? ഓക്കെ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഹലോ, സർ ഇടയ്ക്ക് കട്ടാവുണ്ട്. ഓക്കെ ഓക്കെ. ആ ഹാ, 1 സെക്കൻഡ്. സോ ഓക്കെ, ഇത് കട്ടാവുന്നുണ്ടോ? വീഡിയോ അല്ല, ഓഡിയോ അല്ല, സോറി, വീഡിയോ സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണാം സർ. ഓക്കെ ഓക്കെ. അപ്പോ സോ ബ്രിക്സ്, ഓക്കെ, നമ്മൾ ബ്രിക്സ് ആണ് പറയുന്നത്. എന്താണ് ബ്രിക്സ്? ബ്രിക്സ് ഓക്കെ. അർജുൻ, എന്താണ് ബ്രിക്സ്? എന്താണ് ബ്രിക്സ്, അർജുൻ? ഓക്കെ ആണോ? കേൾക്കുന്നില്ലേ? ആൻഡ് എനിവൺ? ക്രിസ്റ്റീന, കേൾക്കുന്നില്ലേ? യെസ് സർ, കേൾക്കാം. ആ, യെസ്. സോ എന്താണ്, വാട്ട് ഈസ് ബ്രിക്സ്? എക്സ്പാൻഷൻ ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്, നമ്മളിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇത്തരം ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും, ബിക്കോസ് ഓൾവേസ് റെലവെന്റ് ആണ്. സോ എപ്പോഴും റെലവെന്റ് ആയ ചില ടോപ്പിക്കുകളിൽ പെട്ടതാണ്. അപ്പോൾ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ കൂട്ടായ്മ. രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതിൽ വരുന്ന രാജ്യങ്ങളപ്പോ ഓക്കെ, ഇതിൽ സ്ക്രീനിൽ തന്നെ കാണാം. ആ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. യെസ്. അപ്പോൾ ഇവിടെ ഇത്രയാണ് ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ്. എന്നാൽ ഇവിടെ അതാണ്, ഇറ്റ് ഈസ് വാസ് എക്സ്പാൻഡഡ് ടു കൺക്ലൂഡ് 5 ന്യൂ കൺട്രീസ്. സോ ഗ്രൂപ്പിംഗ് ഹാസ് ബിക്കം 10 നാഷൻ കൺട്രി ബോഡി നൗ വിത്ത് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ ആൻഡ് UAE. ഇത് ഓൾറെഡി ഐ തിങ്ക് പറഞ്ഞിട്ടുണ്ട്. സോ അതായത് ഇതിലെ 5 മെമ്പേഴ്സും കൂടി ആഡായി. അപ്പോൾ ഇപ്പൊ നമ്പർ ഓഫ് മെമ്പേഴ്സ് 10 ആണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. സോ ബ്രിക്സ് പ്രത്യേകത, ബ്രിക്സിനെതിരെ, ബ്രിക്സിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ബിക്കോസ് ബ്രിക്സ് എന്ന് പറയുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് എതിരായിട്ടാണ് എന്ന് പറയാം. കാരണം ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് എന്നും പറയാം. അതായത് എതിരെ എന്ന് പറയുന്നില്ല, ഡെവലപ്പിംഗ് രാജ്യങ്ങൾ അവരവരുടെ സെൽഫ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ചൈന പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളോ ഒക്കെ ഏതെങ്കിലും ആവശ്യത്തിന് ഫണ്ട് ആവശ്യപ്പെട്ടാൽ അമേരിക്ക നൽകില്ല. അല്ലെങ്കിൽ അമേരിക്ക മാത്രമല്ല, ഇപ്പോൾ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ IMF ഇത്തരം സംഘടനകൾ ഫണ്ട് തരാൻ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, മടിക്കുന്നുണ്ട്. അപ്പോൾ കാരണം അവർ കുറെ ക്രൈറ്റീരിയാസ് പറയും. അപ്പോൾ അവരുടെ ഫുഡ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സുകൾ വാങ്ങണം, ഇങ്ങനെ കുറെ നമ്പർ ഓഫ് റെഗുലേഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് ഫണ്ട് തരുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അത് ഇന്റർനാഷണലി നമുക്ക് എന്താണ് ഒറ്റ നോട്ടത്തിൽ കാണില്ല, പക്ഷെ അത്തരം സാങ്ഷൻസ് വരുത്തും. WTO വഴി സാങ്ഷൻസ് ഉണ്ടാവും. സോ ഇങ്ങനെ വരുന്നതിനെതിരെ ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് 5 രാജ്യങ്ങൾ, ഈ പറയുന്ന അമേരിക്കയുമായിട്ട് ബന്ധമില്ലാത്ത രാജ്യങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് കുറച്ച് മാറാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഇന്ത്യക്കും സെൽഫ് സസ്റ്റൈനബിലിറ്റി ആവശ്യമുണ്ട്, ബിക്കോസ് ഇന്ത്യ ഓൾസോ ഗ്രോയിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഓർഗനൈസേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കുക, ബ്രിക്സ് എപ്പോഴും ചോദ്യങ്ങളിൽ വരുന്നതാണ്. ബ്രിക്സ് എന്താണ് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഘടനയാണ്. ബ്രിക്സ് ഇപ്പോൾ അടുത്ത കാലത്ത് പുതിയ കറൻസി രൂപത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഇപ്പോ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ എന്ന് പറഞ്ഞാൽ ആയിട്ടില്ല. ആക്ച്വലി അത് ഹി ഗോട്ട് സെലക്ടഡ്, പക്ഷേ എന്തായിട്ടില്ല, ഓത്ത് സെറിമണി കഴിഞ്ഞിട്ടില്ല. ജനുവരിയിലാണ് ചാർജ് എടുക്കുക. അപ്പോൾ ട്രംപ് ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ബ്രിക്സ്
കറൻസിയെ കുറിച്ചൊക്കെ എന്ത് പറയുന്നുണ്ട്, എതിർത്ത് പറയുന്നുണ്ട്. ബ്രിക്സിലെ കറൻസി കൊണ്ടുവരരുത്, കൊണ്ടുവന്നാൽ നിങ്ങളെ ഞങ്ങൾ എന്താണ് വിലക്കും, ഇങ്ങനെ ഭീഷണികൾ ഒരുപാടുണ്ട്. സോ അത് നോർമലി ഉള്ളതാണ്, കാരണം അവരുടെ ക്രെഡിബിലിറ്റിക്കും അത് പ്രശ്നമാണ്, അതാണ് കാരണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൊയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇത് ഒരു ഓർഗനൈസേഷൻ ആണ്, അതായത് അറ്റ് UN 4th International Conference on SIDS Antigua Barbuda the Coalition for Disaster published call for. അതായത് ഇതൊരു സംഘടനകളുടെ ഈ രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ആന്റിഗ്വ ആൻഡ് ബാർബുഡ എന്ന് പറയുന്നത് രാജ്യങ്ങളാണ്. അപ്പൊ അവിടെ വെച്ച് നടന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടന മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡിസാസ്റ്റർ റിസൈലന്റ് ഇൻഫ്രാസ്ട്രക്ചർ published a call for proposals for funding to improve infrastructure resilience in small island developing states. So ഇത്തരം ചെറിയ രാജ്യങ്ങളിൽ ഫണ്ട് ചെയ്യുന്നതിന് അത് ഡിസാസ്റ്റർ റിസൈലന്റ് ഫണ്ട്സ് ആണ്, അതായത് അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഡിസാസ്റ്റർ പ്രിവെന്റീവ് മെഷേഴ്സിന് വേണ്ടിയിട്ട് പുതിയ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ ഫിനാൻസിംഗ് അപ്പീൽ totaling $8 million was revealed during SIDS conference in Antigua and Barbuda as a component of CDRI Infrastructure for Resilient Island States program. അതായത് ഈ CDR എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രോഗ്രാമാണ് റിസൈലന്റ് ഐലൻഡ് സ്റ്റേറ്റ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാം പ്രകാരം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നത് ഐലൻഡ് കൺട്രീസ് മുമ്പ് പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, അവര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെയധികം ആവശ്യമുള്ള രാജ്യങ്ങളാണ്. ഇപ്പൊ ജപ്പാൻ നോക്കിയാൽ അറിയാം, ജപ്പാൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എർത്ത് രാജ്യമാണ്. അപ്പൊ ജപ്പാൻ വളരെയധികം ഇത്തരത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഐലൻഡ് കൺട്രീസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഒന്ന് സീ ലെവൽ റൈസ്, വേറൊന്ന് സുനാമി, ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ സത്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മറ്റുള്ള പല ഐലൻഡ് രാജ്യങ്ങളെ നോക്കി പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അത്രയധികം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെയിലി ബേസിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് കുറവാണെന്ന് പറയാം. എന്നാൽ ഇപ്പൊ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളും പല ഐലൻഡ് രാജ്യങ്ങളും ഓൺ ഡെയിലി ബേസിസ് അവരെല്ലാ ദിവസവും പേടിച്ചിട്ടാണ് സത്യത്തിൽ ജീവിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു പേടിയല്ല, ദ ക്യാൻ മാനേജ് ഈസിലി, അവർക്കതൊരു ഇഷ്യൂ അല്ല. നമ്മൾ അത്തരം സംഭവങ്ങളെ ഫേസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു. സോ ഇങ്ങനെ വന്നാലാണ് എന്ത് ചെയ്യുന്നത്, വി ആർ പ്ലാനിങ് സംതിങ്. അപ്പോൾ അത് അവർ ഓൾറെഡി അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ 500 വർഷത്തെ പ്ലാനിങ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 500 വർഷത്തേക്ക് വെള്ളപ്പൊക്കം വന്നാലും അതിനെ മറികടക്കാനുള്ള പ്ലാനിങ് അവർ ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. നമുക്ക് ഇവിടെ ഡിസാസ്റ്റർ വരുമെന്നേ ചിന്തിക്കുന്നില്ല, വന്നാൽ എന്ത് ചെയ്യണമെന്നും ചിന്തയില്ല. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണ് വി ആർ പ്ലാനിങ് സംതിങ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ബിക്കോസ് അത് ഈ പറയുന്ന ഫോക്കസിന്റെ കുറെ പ്രശ്നങ്ങളാണെന്നും പറയാം. കാരണം നമ്മൾ ഇന്നത്തെ ജീവിതം ഇന്നങ്ങോട്ട് തീർന്നു പോവുക എന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വി ആർ പ്ലാനിങ്. ബട്ട് അവിടെ ചെയ്യേണ്ടത് അതാണ്, വി ഹാവ് ടു പ്ലാൻ ഫോർ ഫ്യൂച്ചർ. ഇപ്പോൾ ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷമല്ല, വി ഹാവ് ടു പ്ലാൻ ഫോർ 20, 25, 50, ഓൾമോസ്റ്റ് അത്രയെങ്കിലും ചുരുങ്ങിയത് വേണം. എന്നാൽ മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവർ പ്ലാൻ ചെയ്യുന്നത് 100 വർഷത്തേക്കോ 200 വർഷത്തേക്കൊക്കെയാണ്. അതായത് അവരുടെ റോഡുകൾ, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ, പോർട്ടുകൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ വളരെ വലിയ രീതിയിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പ്ലാൻ ചെയ്ത് നിർമ്മിച്ചാൽ മാത്രമല്ല ക്വാളിറ്റി ഷുഡ് ബി അഷ്വേർഡ്. വെറുതെ ഒരു 2 വർഷം കൊണ്ട് ഇത് വീണ്ടും പണിയേണ്ട അവസ്ഥ വരരുത്. അങ്ങനെയാണ് അവരുടെ പ്ലാനിങ്ങുകൾ, നല്ല രീതിയിലാണ്. അപ്പോൾ അത് വി ഹാവ് ടു ഇംപ്ലിമെന്റ്. അപ്പൊ ഇത് ഇന്ത്യയുമായി സംബന്ധിച്ചൊരു ന്യൂസ് അല്ല, പക്ഷേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ന്യൂസ്. ഓക്കെ, CDRI എന്ന് പറയുന്ന സംഘടനയുടെ. സോ നെക്സ്റ്റ് ഐ തിങ്ക് നമുക്കൊരു PDF കൂടി ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാനുള്ള സമയം ഉണ്ടാവുന്നിരുന്നു. ഓക്കെ, സോ ഇതില് ശരാവതി റിവർ എന്ന് പറയുന്നുണ്ട്. ശരാവതി എവിടെയാണ്? ഈ ശരാവതി റിവർ പറയുമ്പോൾ അറിയാവുന്ന ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. ശരാവതി റിവറിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഏതാണ്?
എവിടെയാണ് ശരാവതി? എന്താണ് ശരാവതി റിവറിന്റെ സിഗ്നിഫിക്കൻസ്? ആക്ച്വലി PDF കാണുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, സ്ഥലം എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, ശരാവതി എവിടെയാണ്? ശരാവതി സിറ്റുവേറ്റഡ് ഇൻ എനിവൺ? Karnataka. ഹലോ, ഓക്കെ, ഗ്രിഗറി. യെസ്, എവിടെയാണ്? Karnataka. കർണാടക. യെസ്, കർണാടക. ഓക്കെ, ആൻഡ് എന്താണ് ശരാവതി റിവറിന്റെ ഒരു പ്രത്യേകത? ശരാവതി പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന വേറെ എന്തെങ്കിലും? ശരാവതി റിവർ ഇവിടെ ട്രക്കിങ്ങും വാട്ടർഫാൾസും ഒക്കെ ഇല്ലേ സാർ? ട്രക്കിംഗ് ആൻഡ് വാട്ടർഫോൾസ്. യെസ്, സൗമ്യ ഇപ്പോഴാണോ ജോയിൻ ചെയ്തത്? ഓക്കെ, കുറച്ച് നേരമായല്ലോ, ലേറ്റ് ആയിരുന്നോ? സാർ കുറച്ച് ലേറ്റ് ആയി പോയി, നല്ലോണം ലേറ്റ് ആയി പോയി. ഓക്കെ ഓക്കെ. സോ ഓക്കെ, അപ്പോ കുഴപ്പമില്ല. സോ ശരാവതി റിവറിലെ വാട്ടർഫോൾ, യെസ്, വാട്ടർഫോൾസ് ഉണ്ട്. ഏതാണ് വാട്ടർഫോൾ? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർഫോൾ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ട്, കർണാടകയിലാണത്. ഓക്കെ, സോ അതാണ്. ഓക്കെ, ജോഗ് എന്ന് പറയുന്ന വാട്ടർഫോൾ, ജോഗ്. ഓക്കെ, ജോഗ് വാട്ടർഫോൾസ് ആണ്. ജോഗ് എന്ന് പറയുന്നത് ജോഗ് ഫോൾസ് ആണ്. ഓക്കെ, ജോഗ് ഫോൾസിന്റെ പ്രത്യേകത, ജോഗ് ഫോൾസ് ഈസ് ദ ഹയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അല്ലെങ്കിൽ ഉയരമുള്ള വാട്ടർഫോൾ ആണ് ജോഗ് ഫോൾസ്. ജോഗ് ഫോൾസ് വേറെയും വാട്ടർഫോൾ ഉണ്ട്, അതായത് മേഘാലയയിൽ ഇതുപോലെ വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ജോഗ് ഫോൾസ് ആണ് ഏറ്റവും ഉയരത്തിലുള്ള വാട്ടർഫോൾ ആയിട്ട് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ശരാവതി റിവർ. ശരാവതി റിവർ ആണ് വാട്ടർഫോൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ചാടുന്നത്. അപ്പോൾ ഇവിടെ ഇത് വരാൻ കാരണം, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഹാസ് ഡയറക്റ്റഡ് കർണാടക ഗവൺമെന്റ് ടു സ്റ്റോപ്പ് എനി അൺലോഫുൾ ഓർ ഇല്ലീഗൽ മൈനിങ് ഇൻ ശരാവതി റിവർ. സോ അൺലോഫുൾ ആൻഡ് ഇല്ലീഗൽ മൈനിങ്ങിനെതിരെയുള്ള നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ജഡ്ജ്മെന്റ് അല്ല, ആക്ച്വലി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓർഡറുകൾ ഇടയ്ക്ക് പാസ് ചെയ്യാം. അപ്പോൾ ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൈനിങ് ഇഷ്യൂസ് ഉണ്ട്, കാരണം കർണാടകയിലായാലും എല്ലാ ദിക്കിലും ഉണ്ട് മൈനിങ് ഇഷ്യൂസ്. നദികളിൽ നിന്ന് എന്ത് ചെയ്യാം, മണൽ നമുക്ക് അറിയുന്നതാണ്. കേരളത്തിലായാലും അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, ഭാരതപ്പുഴയിൽ മണൽ കൊണ്ടുപോകുന്നത്. സോ ഇത്തരം ഇഷ്യൂസ് ശരാവതി അല്ലെങ്കിൽ കർണാടകയിൽ ഉള്ളത് ശരാവതിയിൽ, ഇതുപോലെ ഗോവ ഇതുപോലെ വളരെയധികം മൈനിങ്സ്, അത് നദിയിലല്ല, അയൺ ഓറുകളാണ്. ഏറ്റവും കൂടുതൽ അയൺ ഓർ മൈനിങ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗോവ. സോ ഗോവയിൽ അത് വലിയ രീതിയിൽ ഒരു കാലത്ത് ഇഷ്യൂസ് ഉണ്ടായതാണ്, ബിക്കോസ് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം അൺലിമിറ്റഡ് എന്നുള്ള രീതിയിലായിരുന്നു. ലിമിറ്റഡ് കൺട്രോളൊക്കെ വിട്ടുപോയിട്ട് അൺകൺട്രോളബിൾ ലെവലിലേക്ക് മാറി. സോ അതിനെതിരെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ അത് പറയാൻ കാരണം, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ശരാവതി റിവർ. So Sharavati river is in which originates and flows entirely within the state of Karnataka. It is one of the few westward flowing rivers in India, and much part of the river basin lies in the Western Ghats. So Western Ghats in the പാർട്ടിലാണുള്ളത്. ഇത് വെസ്റ്റേൺ ഫ്ലോയിങ് റിവർ ആണ്. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഇന്ത്യയിൽ കുറവാണ്. അപ്പോൾ അതൊരു ഇറ്റ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്, നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു പോയിന്റ് കൂടിയാണ്. ശരാവതി റിവർ ഫ്ലോയിങ് ടുവേർഡ്സ് വെസ്റ്റ്, അതായത് അറബിക്കടലിലേക്കാണ് പോകുന്നത്. ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിവർ അറൗണ്ട് 128 kilometers and joins in Arabian Sea at Honavar, Uttara Kannada district. So on this way, Sharavati forms the Jog Falls from the height of 253 meters. Okay, so അത് അറിഞ്ഞിരിക്കുക, ജോഗ് ഫാൾസ് അപ്പോൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഇത്രയും പോയിന്റുകൾ ഈ ഒരു റിവറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമുക്കറിയേണ്ടതാണ് ദാഗ് ഹമ്മർഷോൾഡ് മെഡൽ എന്ന് പറയുന്നതാണ്. അതായത് നായിക് ധനഞ്ജയ് കുമാർ സിംഗ്, who served the UN Stabilization Mission on Democratic Republic of Congo, has posthumously honored with the prestigious Dag Hammarskjöld Medal. So അവിടുത്തെ prestigious മെഡലാണ്, ആ മെഡൽ കിട്ടി എന്നുള്ളതാണ്. നായിക് സിംഗ് വെലർ ആൻഡ് സാക്രിഫൈസ് were honored by UN UN commemorated the International Day of United Nations Peacekeepers. ഓക്കെ, ഇത് പറയുമ്പോൾ എന്തിനാണ് ഒരു ഇന്ത്യക്കാരന് തന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാരനെന്നില്ല,
UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നുള്ള മിലിറ്ററി, ആർമി എല്ലാവരും, പോലീസ് ഓഫീസേഴ്സും ഒക്കെ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് UN പീസ് കീപ്പിംഗ് ഫോഴ്സിൽ ഇന്ത്യ ഒരു മേജർ പാർട്ടാണ്. മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അത്രയധികം സെർവ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പോലീസ് ഫോഴ്സ് വളരെയധികം സെർവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ്, ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് മുൻപൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ വർക്ക് ചെയ്താൽ യുണൈറ്റഡ് നേഷൻസ് ഇവർക്കെല്ലാം എന്ത് കൊടുക്കണം, ശമ്പളം കൊടുക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം പെൻഡിങ് ആയിട്ടുള്ളത് ഇന്ത്യക്കാർക്കാണ്. ഇന്ത്യൻ മിലിറ്ററി പേഴ്സൺസിന് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസ് ആണ്. സോ അതൊരു വലിയ തുകയാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. സോ ഡാഗ് ഹമ്മർഷോൾഡ് മെഡൽ എന്നുള്ളതാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് എന്താണ്, അഗ്നിബാൻ സോറോട്ടഡ്. അതായത് ഇതൊരു ഷോർട്ട് ഫോം ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ചെന്നൈ ബേസ്ഡ് സ്പേസ് സ്റ്റാർട്ടപ്പ് അഗ്നികുൽ കോസ്മോസ് ലിമിറ്റഡ് ഹാസ് എ സിംഗിൾ സ്റ്റേജ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് റോക്കറ്റ് അഗ്നിബാൻ. ആ റോക്കറ്റിന്റെ പേരാണത്. ഫ്രം ശ്രീഹരിക്കോട്ട. ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തതിനെ സംബന്ധിച്ചാണ്. ശ്രീഹരിക്കോട്ട സിറ്റുവേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്. സോ അവിടെ നിന്ന് ലോഞ്ച് ചെയ്ത ഒരു, അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞ പോയിന്റുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഇന്ത്യയിൽ എനിവൺ ക്യാൻ റിസർച്ച് ഓൺ എന്താണ് സ്പേസ് ടെക്നോളജി. സോ അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് ഇവിടെ പേര് പറഞ്ഞിട്ടുള്ളത്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്ന സംഘടന. അപ്പോൾ അവർ ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതിന്റെ സ്പേസ് ടെക്നോളജി ഡീറ്റെയിൽസ് ഒന്നും അധികമില്ല, അല്ലെങ്കിൽ അതൊരു സംഘടന ചെയ്തു എന്നുള്ളത്. ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, റോക്കറ്റ്, അതായത് എനി ഓർഗനൈസേഷൻ ക്യാൻ മേക്ക് റോക്കറ്റ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ലോഞ്ച്ഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കമ്പനികൾക്ക്, പ്രൈവറ്റ് കമ്പനികൾക്കും അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിനുള്ള തെളിവ് കൂടിയാണിത്. അപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള സംഘടനകളും, അല്ലെങ്കിൽ സംഘടനയല്ല, ഓർഗനൈസേഷൻസ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സോ ഇത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ വരവ് എത്രത്തോളമായി, അല്ലെങ്കിൽ അത് കുറവാണോ കൂടുതലാണോ. അപ്പോൾ ഇത് പലപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ പോലും FDI വളരെയധികം ഇന്ത്യയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കമ്പനികളിലോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകളായിട്ടോ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് FDI. സോ US, നെതർലാൻഡ്, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, UAE, ജർമ്മനി, കേമൻ ഐലൻഡ്സ്, ഇങ്ങനെ കുറെ രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിംഗപ്പൂർ, സെക്കൻഡ് മൗറീഷ്യസ്, തേർഡ് USA. ഓക്കെ, സോ ആദ്യത്തെ 3 എണ്ണം എന്തായാലും നെക്സ്റ്റ് കാസ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു സമ്മിറ്റിനെ കുറിച്ചാണ്. ഇറ്റ്സ് ലിവിങ്സ്റ്റൺ, സാംബിയ, റിന്യൂഡ് കോൾസ് ഫോർ ലീക്കിംഗ് മെമ്പർ. അപ്പൊ ഇതിന്റെ പ്രത്യേകത സമ്മിറ്റ്, അതായത് ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് conservation spans 5 southern African countries: Angola, Botswana, Namibia, Zambia, Zimbabwe. The CASA TFCA was formally established on 18th August when head of the states signed its treaty on Luanda, Angola. അതായത് 5 രാജ്യങ്ങളുടെ, ഇതിൽ ഇന്ത്യ ഒന്നും ഇല്ല. നമ്മൾ ഈ ന്യൂസ് കാണുമ്പോൾ ഇന്ത്യ ഉണ്ടാകും എന്ന് കരുതരുത്. ഈ ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ കൂട്ടമാണ്. ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് കൺസർവേഷൻ ഏരിയ സ്പാൻസ്. അതായത് ഇവിടെയുള്ള ഫ്ലോറ ആൻഡ് ഫോണയെ എന്ത് ചെയ്യുക, ഇതിലെ മെമ്പേഴ്സ് അങ്കോള, ബോട്സ്വാന, നമീബിയ, സാംബിയ ആൻഡ് സിംബാബ്വെ. അതിന്റെ പേരുണ്ട് അതിന്റെ പേര്. അതായത് നമ്മളിത് ഇന്ത്യയിൽ
വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന പോലെ 5 രാജ്യങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയന്റെ പേരാണ് ഈ കാൻസ എന്ന് പറയുന്നത്. സോ ആ റീജിയന്റെ പ്രൊഡക്ഷന് വേണ്ടി ഈ 5 രാജ്യങ്ങളും കൂടി നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആണ്, സഹകരണമാണ് ഈ പറഞ്ഞ സംഭവം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ.